വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. ഹായ് ഓൾ, ജിംസ് കോക്ക്. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ്റെ ബാന്ദ്ര. ഉദയേട്ടൻ ആണ് കഥ, തിരക്കഥ, സംഭാഷണം. അയ്യോ കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാ. സിനിമ ആരംഭിച്ച് ടൈറ്റിൽ വന്ന ഉടനെ തന്നെ എനിക്കൊരു കൊത്ത വൈബാണ് അടിച്ചിട്ടുള്ളത്. എന്റെ കർത്താവേ, ഇതിപ്പോ മോങ്ങാലിൽ നിന്ന് നായർ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ആരംഭിക്കുകയാണ് ബാന്ദ്ര. ഈ സിനിമയിലെ ക്രിഞ്ച് ടീം വൻ വെറുപ്പിക്കൽ പരിപാടിയായിരുന്നു. ബാബു, ഞങ്ങൾ ഈ കളി തുടങ്ങിയിട്ട് കുറേ കാലമായി. നീക കളിച്ചതിന്റെ ഗുണം കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത്. വെറുതെ പറയണമെന്നായിരിക്കരുത്. വണ്ടർഫുൾ. അങ്ങനെ അതാ കടന്നു വരികയാണ് കഥാനായകൻ ബാന്ദ്ര ആല. ആലയുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പട വിഗ്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വലിയ സന്തോഷം, വലിയ സന്തോഷം, വലിയ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ, അത് മതി. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് നന്ദി പറയുന്നത്. വലിയ സന്തോഷമുണ്ട്. മലയാള സിനിമ എവിടേക്കാണ് പോകണമെന്ന് ഒരു പിടിയില്ല. എന്താ കാണിച്ചു വെക്കുന്നത് ഒരു രക്ഷയില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ദിലീപിന്റെ എന്തൊക്കെയോ കുറെ അടിയും പിടിയും ബഹളവും. തീരെ ബോറെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനുഷ്യന്റെ സമയത്തിന് വിലയില്ല തീരെ തന്നെ. ലോകേഷ് കനകരാജിനെ പഠിക്കുന്ന അരുൺ ഗോപിയാണ് കണ്ടത്. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. ഓരോ സിനിമ കഴിയും തോറും അതിന് മുകളിലേക്ക് അതിലും ഭീകരമായിട്ട് എഴുതി വെക്കാനുള്ള ഉദയേട്ടൻ്റെ കഴിവ് അംഗീകരിച്ചു കൊടുത്ത് മതിയാവുള്ളൂ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ദിലീപേട്ടൻ കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും സുപ്രധാനമായ കഥാപാത്രം ചെയ്തിരിക്കുന്ന നമ്മുടെ ഷാജോനാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതല്ല, അതിനകത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. അവൻ അവന്റെ പണി ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കഥാപാത്രം ദിലീപിന്റെ പുറകിൽ നിന്ന് ഉയർന്നു ചാനും. സിദ്ദിഖ് ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ആസ് ഓൾവേസ് ഏത് കഥാപാത്രം കൊടുത്തു കഴിഞ്ഞാലും 100% പെർഫെക്റ്റ് ആയി ചെയ്യുന്ന നടൻ. ദിലീപേട്ടൻ്റെ ഒരു സിഗ്നേച്ചർ ഡയലോഗ് ഉണ്ട്, ഞാൻ തീർന്നെന്ന് കരുതിയോടാ. ഡയലോഗ് അതവന്റെ അല്ല. ഇതേ സാധനം തന്നെ കൊത്തയിൽ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. തീരണ്ട, ഇത് ഇനിയും മുന്നോട്ട് പോകണം, ഇത് വികസിപ്പിച്ചെടുക്കണം. അതായത് തമിഴിൽ ലോകേഷൊക്കെ ചെയ്യുന്ന പോലെ ഇവിടെ ഒരു യൂണിവേഴ്സ് വികസിപ്പിച്ചെടുക്കണം. ഉപദ്രവിക്കല്ലേ, നമ്മളൊരു കിനാവ് കാണാണ്. UCU, അതായത് ഉദയകൃഷ്ണ സിനിമാറ്റിക് യൂണിവേഴ്സ്. അതിൽ നമുക്ക് ആരൊക്കെ കൊണ്ടുവരാം? ഏജന്റ് എക്സിനെ കൊണ്ടുവരാം. ഞാനാണ് നായകൻ, ഞാനാണ് മെയിൻ, മൂപ്പർക്ക് അറിയുന്നുണ്ട്. ആല, ബാന്ദ്ര ആല വരുന്നു. എല്ലാവരും സ്വീകരിക്കും, മലയാളികൾ എല്ലാവരും സ്വീകരിക്കും. വിജിലാൻഡി കോപ്പായിട്ട് അങ്ങനെ ക്രോസ് ഓവർ നടത്തി ഒരു എൻ ഗെയിം പരിപാടി ചെയ്യുകയാണെങ്കിൽ നമുക്കും കിട്ടും ഒരു യൂണിവേഴ്സ് UCU. ഷാജേട്ടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ.